എത്രയോ പ്രാവശ്യം നമ്മൾ ഉള്ളി വാങ്ങിയിട്ടും ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കിയില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു കിടുക്കാച്ചയായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു തവണയെങ്കിലും ട്രൈ ആക്കി നോക്കേണ്ട അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളി എടുക്കുക. ഉള്ളി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ച് വലിയ സൈസിലുള്ളത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പൊ ഞാനിപ്പോ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഉള്ളിന്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ നടുക്കുന്ന വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്തതിന് ശേഷം ഒരു പകുതി എടുത്തിട്ട് ദാ ഇതുപോലെ ഉള്ളിലത്തെ ഭാഗം നമുക്ക് മാറ്റാം. അപ്പൊ ദാ ഇതുപോലെ ഒരു റിങ് പോലെ ആയി കിട്ടും. ഇതുപോലെ നമ്മളൊരു റിങ് പോലെ ആക്കിയെടുക്കണം. അതിന്റെ ഉള്ളിലത്തെ ഭാഗം കളയരുത് കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറുതും വലുതെല്ലാം ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനിയിപ്പോ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രത്യേകിച്ചിട്ട് അളവും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളിന്റെ പീസ് എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് ഒരു 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതാ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയന്റും കൂടി ചേർക്കാനുണ്ട്. കടലപ്പൊടിയാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണ് കടലമാവ് നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് കടലപ്പൊടിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കണം. ഈ സമയത്തെല്ലാം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പൊ ഇതാ ഞാൻ ഒരു സെറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആ മുട്ടന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടാണ് ആക്കിയത്. അപ്പൊ നിങ്ങൾ ആക്കുമ്പോൾ കടലമാവ് കുറച്ച് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആണ് കേട്ടോ നല്ലത്. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 2 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം. അതുപോലെ തന്നെ സ്കൂളിൽ ഇപ്പോൾ തുറക്കാൻ പോകുന്നതാണ്. അപ്പൊ സ്കൂളിലേക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാം. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.